Hi friends, നമുക്ക് നമ്മുടെ പ്രൊജക്ട് ടൈഗറിന്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. First question, do you know that a paragraph normally contains a topic sentence in it? It is general in nature and can be anywhere in the paragraph. The other sentence in the paragraph support, prove, he give examples and present additional information on the topic sentence. Identify the topic sentence in the first paragraph. How many examples are given to support the topic sentence? What are they? എന്നാണ് ചോദ്യം അല്ലെ. ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിൽ നിന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? How many examples are given to support the topic sentence? അല്ലെ, എന്തൊക്കെ എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഏതൊക്കെയെന്നാണ് അല്ലെ. നോക്കാം. ദ ടോപ്പിക് സെന്റൻസ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് ഇസ് മേക്കിംഗ് ഫിലിംസ് വിത്ത് ആനിമൽസ്. അല്ലെ, അനിമൽസിനെ വെച്ചിട്ട് ഫിലിം ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു കാര്യത്തെ കുറിച്ച് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇതെന്തോ അനിമൽസിനെ വെച്ച് ഫിലിം ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നതിനാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ അദ്ദേഹം ആ ഡോഗ്സിനൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടാണ് പിന്നീടാണ് അദ്ദേഹം ഈ കഥയിലോട്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ടൈഗറിന്റെ പാട്ടിലോട്ട് കിടക്കുന്നത്. അപ്പൊ ആ ഒരു പാരഗ്രാഫിന്റെ ഈ ഒരു ക്ലൂവിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. Two examples are given to support the topic sentence. One is the example of the Alsatian called Rin Tin Tin and the other one is Coolie called Lassie. അല്ലെ, ഈ രണ്ട് ഡോഗ്സോളെ വെച്ചിട്ട് ഫിലിംസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ക്ലൂ അതിൽ നിന്ന് നമുക്ക് ഏകദേശം കിട്ടും. ഓക്കെ, then second question. Does the second paragraph introduce a new topic sentence? If not, what supporting detail about the animal actors Hollywood do you get from this one? അങ്ങനെ പോയിട്ട് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞ് സെക്കൻഡ് പാരഗ്രാഫിലോട്ട് എത്തുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നേരെ അടുത്ത കാര്യം പറയുന്നുണ്ട് അല്ലെ. അവർക്ക് ആക്ടേഴ്സിന് കിട്ടുന്ന റെസ്പെക്റ്റും അതുപോലെ അവിടെ ഈ മെയിൻ ആക്ടേഴ്സ് ട്രെയിനഡ് ആക്ടേഴ്സിന് കിട്ടുന്ന റെസ്പെക്റ്റിനെ കുറിച്ചും അനിമൽസിന് കിട്ടുന്ന വേറൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. വാട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് അബൌട്ട് ദി സ്റ്റാൻസിൻ അല്ലെ. ഈ സ്റ്റാൻസിന്റെ പകരക്കാരെ കുറിച്ച് ഡൂപ്പിനെ കുറിച്ചുള്ള എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്? വാട്ട് ഈസ് ദ പസ്ലിംഗ് ഇൻസിഡൻസ് ഡിസ്ക്രൈബ് ദ പാരഗ്രാഫ് അല്ലെ. അദ്ദേഹത്തിന് കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുള്ള കാര്യം എന്തായിരുന്നു അതിൽ വന്നത്? വിച്ച് ഇൻസിഡന്റ് ഷോസ് ദാറ്റ് ദ അനിമൽ ആക്ടർ ഇൻ ദ ഹോളിവുഡ് വർ ട്രീറ്റഡ് വിത്ത് റെഫറൻസ് അല്ലെ. എങ്ങനെയാണ് അവര് ഈ മൃഗങ്ങളെ അനിമൽ ആക്ടേഴ്സിനെ ട്രീറ്റ് ചെയ്തിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. നോക്കാം, ആൻസർ നോക്കാം. നോ. എന്താണ്? The second paragraph does not introduce a new topic of the sentence. The animal actors of Hollywood have stands in. അല്ലെ, എന്ത് ചെയ്യുന്നില്ല, അടുത്ത പാരഗ്രാഫ് ഒരു പുതിയ ടോപ്പിക് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. The animal actors of Hollywood have stands. അല്ലെ, അനിമൽ ആക്ടേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാൻസിൻസ് ഉണ്ട് അല്ലെ. നമ്മൾ മനസ്സിലാക്കിയതാണ് മൃഗങ്ങൾക്ക് പോലും അല്ലെ ആക്ടേഴ്സിന് പോലും എന്തുണ്ട്, പകരക്കാരുണ്ട് ഹോളിവുഡ്. A stansin is a person who is physically similar to the real star അല്ലെ. അതെന്താണ്, റിയൽ സ്റ്റാറിന് ഏകദേശം ഫിസിക്കലി രൂപം ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻസിൻസ് എന്ന് പറയുന്നത്. ഓക്കെ. When the cameraman asked everyone to take their position, the dog remained where it was. Even the animal actors in Hollywood have stands in, and the great reverence was given to the famous actors. അല്ലെ, എന്താണ്, what were the difficult, അതാ ക്വസ്റ്റ്യന്റെ പാർട്ടാണ് കേട്ടോ, അത് ഈ ക്വസ്റ്റ്യന്റെ പാർട്ടാണ്. എ സ്റ്റാൻസ് ഈസ് എ പേഴ്സൺ ഹു ഈസ് ഫിസിക്കലി ടിമിഡ് ടു റിയൽ ആക്ടർ. അതിന്റെ ബാക്കിയാണ് നമ്മുടെ ക്യാമറാമാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡോഗിനോട് അതിൻ്റെതായിട്ടുള്ള പ്ലേസിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ആനിമൽ ആക്ടേഴ്സ് ഇൻ ഹോളിവുഡ് ഹാവ് സ്റ്റാൻഡ്സ് ഇൻ ആൻഡ് ദ ഗ്രേറ്റ് റെഫറൻസ് ആർ ഗിവൻ ടു ദം ഫേമസ് ആക്ടേഴ്സ് അല്ലെ. ഫേമസ് ആക്ടേഴ്സിനെ പോലെ തന്നെയാണ് അവർക്കൊന്നും എന്ത് ചെയ്യുന്നത്, അതിൻ്റെതായിട്ടുള്ള ബഹുമാനവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അവർക്കും എന്തുണ്ട്, പകരക്കാരുമുണ്ട്. ഓക്കെ. Then third question. What were the difficulties Alfred Hitchcock had to face while making the film Birds? What were the difficulties Alfred Hitchcock had to face while making the film Birds? നമ്മുടെ ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് പറയുന്ന വ്യക്തി ബേർഡ്സിനെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫിലിം ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നാണ് ചോദ്യം. ആൽഫ്രഡ് ഹിച്ച്കോക്ക് വാണ്ടഡ് ടു ബേർഡ്സ് ആസ് ആക്ടേഴ്സ് അല്ലെ. അദ്ദേഹത്തിന്റെ ആ ഫിലിമില് ആക്ടേഴ്സ് ആരാണ് വേണ്ടത്, ബേർഡ്സിനെ ആയിരുന്നു. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ട്രെയിനഡ് റാവൻസ് ആസ് എ ആക്ടേഴ്സ് അല്ലെ.
ഏറ്റവും ബുദ്ധിമുട്ട് എന്തായിരുന്നു? കാക്കകളെ ആക്ടേഴ്സ് ആയിട്ട് അതിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞാൽ കാക്കകൾ ഒരിക്കലും ട്രെയിൻഡ് അല്ലല്ലോ അല്ലെ, നമുക്ക് ട്രെയിൻ ചെയ്യാൻ കഴിയില്ല കാക്കകളെ. അപ്പോ ട്രെയിനഡ് റാവൻസിനെ അതിൽ അഭിനയിപ്പിക്കാൻ കിട്ടുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. Then fourth question, how did Hitchcock manage to get a large number of ravens for his film? അല്ലെ, എങ്ങനെയാണ് ഹിച്ച്കോക്ക് മാനേജ് ചെയ്തത്? ഒരുപാട് റാവൻസിനെ അദ്ദേഹത്തിന്റെ ഫിലിംസിലോട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്ത് എത്തിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? He gave notice in the newspaper all over the United States to get trained ravens. അല്ലെ, എന്താ ചെയ്തത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പേപ്പറിൽ അദ്ദേഹം പരസ്യം കൊടുത്തു ട്രെയിനഡ് ആയിട്ടുള്ള റാവൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, what is described as pretty impressive? അല്ലെ, അതും ഒരു pretty impressive ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ആ കാക്കകളും കുറച്ച് 50 കാക്കയെങ്കിൽ 50 കാക്കകൾ അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും വളരെ pretty impressive ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നുണ്ട് അല്ലെ. അതെന്താണ് ഉദ്ദേശിച്ചതെന്നാണ് ചോദ്യം. It was pretty impressive to watch as 50 ravens were told to perch quietly in a row on a specified spot and all over them obey the commands of the trainer. അല്ലെ, ഇതെന്താണ്, ഒരു 100 പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ കൂടെ, വളരെ എക്സ്ട്രാ ഓർഡിനറി അവർ ചെയ്തില്ലെങ്കിൽ കൂടെ, അതൊരു 50 റാവൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ക്വയറ്റ്ലി, വളരെ പേർജായിട്ട് അദ്ദേഹം പറയുന്ന സ്പോട്ടില് ആ ഒരു വരിയില്, ആ പറയുന്ന സ്പോട്ടിൽ പോയിട്ട് ഒരു നിരയായിട്ട് വരിയായിട്ട് അവരുടെ ട്രെയിനർ പറയുന്ന കമന്റ്സ് ഒബേ ചെയ്തിട്ട് നിൽക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രിറ്റി ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. Identify the main topic of the article from paragraph 8. അല്ലെ, പാരഗ്രാഫ് 8ലെ മെയിൻ ടോപ്പിക് എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാം. The main topic of the article from paragraph 8 is shooting film using a tiger. അല്ലെ, ഇതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. ഇതിന്റെ മെയിൻ കാര്യം വരുന്നത് എപ്പോഴാണ്? 8ാമത്തെ പാരഗ്രാഫിലാണ് ഈ ഷൂട്ടിംഗ് ആനിമൽ ടൈഗറിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന കാര്യം വരുന്നത്. ഓക്കെ, മെയിൻ ടോപ്പിക്. Then 7th, what other details are given about the topic in the paragraph? അല്ലെ, what other details are given about the topic in the paragraph? അല്ലെ, ടോപ്പിക്കിനെ കുറിച്ച് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ പറയുന്നത് നോക്കാം. The tiger simply walks about the forest. The heroes get frightened on seeing the tiger. അല്ലെ, വളരെ സിമ്പിൾ ആണ്. ടൈഗർ വളരെ സിമ്പിൾ ആയിട്ട് നടന്നു വരിക ഫോറസ്റ്റിന്ന്. അതുപോലെ ഹെറോസ് ആ 2 പേര് കൂടിയും ബാഗ് എന്ത് ചെയ്യാണ്, അവരെ കണ്ടിട്ട് ഒന്ന് ഫ്രൈറ്റൺ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അതിലെ സീൻ. 8th question, how did they manage to get a tiger? അല്ലെ, how did സത്യജിത് manage to get a tiger? അല്ലെ, എങ്ങനെയാണ് ടൈഗറിനെ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ടൈഗറിനെ അദ്ദേഹം കിട്ടിയത്? അത് എങ്ങനെയാണ് ടൈഗറിനെ വെച്ച് ഫിലിം എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. അപ്രോച്ച് തമിഴ് മാനേജ് ടു ഭാരത് സർക്കസ് ഹു വാസ് ഇൻ കൽക്കട്ട അറ്റ് ദാറ്റ് ടൈം. അല്ലെ, ആ ടൈമിൽ കൽക്കട്ടയിൽ ഉണ്ടായിരുന്ന ഭാരത് സർക്കസിലെ മാനേജറെ അടുത്ത് സമീപിച്ചിട്ടാണ് അദ്ദേഹത്തിന് ടൈഗറിനെ ലഭിച്ചത്. 9th question, what is the role of the ring master in a circus? ഒരു റിംഗ് മാസ്റ്റർക്ക് സർക്കസിൽ എന്ത് റോളാണുള്ളത്? അല്ലെ, the ring master in a person who is in charge of the performance made by the animals in a circus. അല്ലെ, സർക്കസിൽ മൃഗങ്ങളെ വെച്ചിട്ട് പെർഫോം ചെയ്യുന്ന റോള് ചെയ്യുന്നത് ഈ റിംഗ് മാസ്റ്റർ ആണ് കേട്ടോ. അതാണ് റിംഗ് മാസ്റ്റർക്ക് സർക്കസിൽ മൃഗങ്ങളെ വെച്ചിട്ടുള്ള, മൃഗങ്ങൾ ഇങ്ങനെ ചാടിക്കുറങ്ങിലൂടെ ഒക്കെ ചാടിക്കുക, അവർ മൃഗങ്ങളെ വെച്ചിട്ടുള്ള സർക്കസിൽ ചെയ്യുന്ന റോളുകളൊക്കെ പെർഫോം ചെയ്യുന്നതാണ് ഇവരുടെ റിംഗ് മാസ്റ്റേഴ്സിന്റെ ജോലി. What were the difficulties faced in bringing the tigers before the camera? അല്ലെ, ഒരു ക്യാമറക്ക് മുമ്പിൽ ഒരു ടൈഗറെ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുക? The tiger had to be set free in the bamboo grove. The trainer was not to be seen with the tiger. അല്ലെ, ടൈഗറെ ഫ്രീ ആയിട്ട് ഒരു ബാബു ഗ്രോവിന്റെ ബേക്കിൽ വെക്കും വേണം. അതേപോലെ തന്നെ അതിന്റെ ട്രെയിനർ ഇല്ലാതെ വേണം അതിനവിടെ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് വിടാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. What does the expression to go down the drain means? അല്ലെ, to go down the drain, അല്ലെ, ഞാനെല്ലാം ഡ്രെയിനേജ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പൊ അത് ഞാൻ ആദ്യമായിട്ട് പുറത്തുവിടാൻ എനിക്ക് ഉറപ്പില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടല്ലോ. അത് ഞാനില്ലാതെ അതിന്റെ കൂട്ടിൽ നിന്നും അതൊറ്റക്ക് വിട്ടിട്ടില്ല, എന്താവുമെന്ന് എനിക്ക് ഉറപ്പില്ല അറിയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ നശിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗാണിത്. നോക്കാം. The expression to go down the drain means hopes or plans wasted, lost, irrelevant, incoverably or spoiled. എന്താണ് ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിന്റെ എല്ലാ പ്രതീക്ഷകളും എല്ലാ പ്ലാനുകളും വേസ്റ്റ് ആയിപ്പോയോ എന്നാണ് അല്ലെ. ഞാൻ ഈ ചെയ്തതൊക്കെ വേസ്റ്റ് ആയിപ്പോയോ, എന്റെ പ്ലാനും എന്റെ ഐഡിയാസും ഇതൊക്കെ വേസ്റ്റ് ആയോ നമ്മൾ ചോദിക്കില്ലേ? അതാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളും എല്ലാ പ്ലാനുകളും ഒക്കെ എന്തായി സ്പോയിലായോ എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്.
Then 12th question. What was Mr. Thorad's suggestion to control the tiger? അല്ലെ, തൊറാഡ് എന്താണ് ടൈഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സജഷൻ കൊടുത്തത്? Mr. Thorad's suggestion was to tie a wire round the tiger neck which should be thin but strong. അല്ലെ, എന്താ പറഞ്ഞത്? ടൈഗറിന്റെ കഴുത്തിൽ പോയിട്ട് ഒരു വയറ് കെട്ടുക, അല്ലെ, അത് വളരെ തിന്നായിരിക്കും, കാണാത്ത എന്നാലോ വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് അതിന്റെ നെക്കില് കെട്ടുക എന്നുള്ളതായിരുന്നു തൊറാട്ട് കൊടുത്ത ഒരു ഉപദേശം, അല്ലെ, അതായിരുന്നു തൊറാട്ട് കണ്ട സജഷൻ. 13th question. What made Ray think of a collar made of tiger skin? അല്ലെ, എന്താണ് കോളറിന്റെ അതില് ടൈഗറിന്റെ സ്കിന്നുമ സംഭവിക്കുക എന്നുള്ളതായിരുന്നു എന്താണ് കണ്ടുപിടിച്ചത്? സത്യം അദ്ദേഹത്തിന്റെ ചിന്തയിൽ എന്താണ് വന്നത് എന്നാണുള്ളത്. അത് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വേറൊരു ചിന്തയാണല്ലോ പെട്ടെന്ന് വന്നത്. അദ്ദേഹം എന്താണ് ആ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചത് നോക്കാം. തോട്ട് ഓഫ് എ കോളർ മെയ്ഡ് ഓഫ് എ ടൈഗർ സ്കിൻ. അല്ലെ, അദ്ദേഹം എന്ത് ചെയ്തു? ആ സ്കിന്നിമേ കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മിസ്റ്റേക്ക് ഒഴിവാക്കാൻ അദ്ദേഹം കണ്ടുപിടിച്ച ഐഡിയ എന്തായിരുന്നു? ഒരു ടൈഗർ സ്കിൻ ഉണ്ടാക്കുക. ബിക്കോസ് ദർ നെക്ക് could be flattened by the wire and it might spoil the seal. അല്ലെ, അതിനെന്ത് ചെയ്യും? ആ വയർ അവിടെ കെട്ടി മുറുക്കുമ്പോ അവിടുത്തെ രോമങ്ങൾ എന്ത് ചെയ്യും? അവിടെ അമർന്നു നിൽക്കും. അപ്പൊ അതെന്ത് ചെയ്യും? ആ സീന് മൊത്തം അത് നശിപ്പിക്കും. Then fourth question. Why did Mr. Thorat bring 2 tigers instead of 1? എന്തുകൊണ്ടാണ് തൊറാട്ട് ഒരു കടുവനെ ഒരു കടുവനെയാണല്ലോ ഇവർ ചോദിച്ചത്, പക്ഷെ തൊറാട്ട് എന്ത് ചെയ്തു? 2 കടുവനെ കൊണ്ടുവന്നു. എന്തുകൊണ്ട്? The Thorat bought 2 tigers because if one of them was not good enough, they could use them. ഒന്ന് ചെയ്തില്ലെങ്കിൽ മറ്റൊന്നിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ, ഒന്ന് പെർഫോം ചെയ്തില്ലെങ്കിൽ മറ്റേതിനെ ഉപയോഗിച്ച് പെർഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. Why was Mr. Thorat taken aback? എന്തുകൊണ്ടാണ് തൊറാക്ക് ബാക്കിലോട്ട് പോയത് എന്നാണ് ചോദിക്കുന്നത്, അല്ലെ. Mr. Thorat was taken back because the tiger, instead of walking sedately in a dignified manner, started prancing round with a tremendous enthusiasm. It behaved in an unexpected manner. അല്ലെ, വളരെ ഡിഗ്നിഫൈഡ് ആയിട്ട് വളരെ ശാന്തമായിട്ട് നടന്നു വരുമെന്ന് കരുതിയ ടൈഗർ ഒട്ടും പ്രതീക്ഷിക്കാതെ ആവേശത്തോട് കൂടിയിട്ട് വളരെ ആവേശഭരിതനായിട്ട് ഇടുത്ത് കുതിച്ച് ചാടി വരികയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ബാക്കിലോട്ട് പോയത്. ഓക്കെ, വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദ ടൈഗേഴ്സ് അൺഎക്സ്പെക്ടഡ് ബിഹേവിയർ? അല്ലെ, ഈ ടൈഗറിന്റെ ഭാഗത്ത് നമ്മൾ ഈ പ്രതീക്ഷിക്കാത്ത ഈ സ്വഭാവത്തിന് സംഭവിച്ചല്ലോ, അതിന് കാരണം എന്താണ്? ദ ടൈഗർ മൈറ്റ് ബിക്കം ഡിസ്ട്രാക്റ്റഡ് ഓൺ സീയിങ് ദ ഹ്യൂജ് ക്രൗഡ് അറ്റ് സേ. ഒരു പക്ഷേ ടൈഗറിന് ഈ ഒരുപാട് ആളുകൾ പറഞ്ഞാൽ കേൾക്കാതെ ഇങ്ങനെ കൂടി നിന്നുണ്ട്, അതെന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ഒരു ഹ്യൂജ് ക്രൗഡിനെ കണ്ടപ്പോ അതിന്റെ മൈൻഡ് അങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. മേ ബി അതുകൊണ്ടായിരിക്കാം അതങ്ങനെ ബിഹേവ് ചെയ്തത്. Then 17th question. How does Ray describe the situation humorously? വളരെ തമാശയായിട്ട് എങ്ങനെയാണ് അദ്ദേഹം അത് പറഞ്ഞത്, അല്ലെ. ഒരു കടുവയൊക്കെ വന്ന് 4 ഭാഗത്ത് വന്ന് ചാടി, വലിയ സീനാണ് അതൊക്കെ, ഭയാനകരമായിട്ട്. പക്ഷെ അദ്ദേഹം വളരെ തമാശയിലൂടെയാണ് അത് പറഞ്ഞത്. എങ്ങനെയും It was like watching a new strange kind of circus. അല്ലെ, ഫ്രീ ആയിട്ട് വളരെ മനോഹരമായിട്ട് സ്ട്രേഞ്ച് ആയിട്ടുള്ള സർക്കസ് കാണുമായിരുന്നു ഞങ്ങൾ എല്ലാവരും എന്ന് അദ്ദേഹം പറഞ്ഞു, അല്ലെ. What did Ray mean when he said this should have been the end of the story? അല്ലെ, ഇത് ആവാം അതിന്റെ അവസാനം എന്ന് അദ്ദേഹം പറയാൻ കാരണം എന്താണ്? One might think that the shooting the sequence with the tiger was successful. അദ്ദേഹം ചിന്തിച്ചത് എന്താണ്? ഇത് സക്സസ് ആയിട്ടുണ്ടാവും എന്ന് അദ്ദേഹം ചിന്തിച്ചു. Ray says that the story does not end there as he had to shoot the sequence again. അല്ലെ, അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിട്ടില്ല ക്യാമറ കേടാണെന്നൊന്നും സെറ്റ് ആയിട്ടില്ല. അപ്പൊ അദ്ദേഹം വിചാരിച്ച ഇനി ഒരിക്കലും ഇതെന്ത് ചെയ്യില്ല, വീണ്ടും എടുക്കേണ്ടി വരില്ല എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഈ ഒരു സീക്വൻസുകൾ വീണ്ടും എടുക്കേണ്ടി വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. 19th question. Why was Mr. Thorat asked to give it another go? അല്ലെ, ഇത് ഈ അടുത്തൊന്നും കൂടെ, അല്ലെ, give it another go, ഇത് മറ്റൊരു മുന്നോട്ടുള്ള ഒരു പോക്ക് കൂടെയാണ്, അല്ലെ. മറ്റൊന്നും കൂടെ നമുക്ക് എടുക്കാം എന്ന് തൊറാട്ട് റെഡി ആയ തൊറാട്ട് അങ്ങനെ പറയാൻ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ദ ഫ്രേസ് മീൻ ടു ഷൂട്ട് ദ സീൻ അഗെയിൻ എന്നാണ്, അതൊരു ഫ്രേസ് ആണ്, അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടെ എടുക്കാം, അല്ലെ. ഒന്നും കൂടെ പോവാം എന്ന് പറഞ്ഞ എന്താ? നമുക്ക് ഒന്നും കൂടെ എടുക്കാം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കേട്ടോ. 12th question.
20th question, what was the magic performed by the tiger? അല്ലെ, എന്ത് മാജിക് ആണ് ആ ടൈഗർ അവിടെ പെർഫോം ചെയ്തത് എന്നാണ് ചോദ്യം. The tiger emerged from the cage with a loud roar and charged at the villagers. അല്ലെ, അതെന്ത് ചെയ്തു, വന്ന് വളരെ അലറിക്കൊണ്ട് അവിടെ കൂടിയിട്ടുള്ള വില്ലേജസിന്റെ അടുത്തേക്ക് അങ്ങ് ചാടിച്ചെന്നു. സ്വാഭാവികമായിട്ട് അവരൊക്കെ മെൽറ്റ് ആയി പോയില്ലേ, ആ ഒരു മാജിക്കിലൂടെ മെൽറ്റ് ആവുന്നത് പോലെ മെൽറ്റ് ആയി പോയിക്കൊണ്ടാണ് ടൈഗർ ഇവിടെ കാണിച്ച മാജിക് എന്താന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ഒരു ആൻസർ വന്നത് കേട്ടോ. എന്താണ്, ആ ക്യാജിൽ നിന്ന് ഇറങ്ങി അലറിക്കൊണ്ട് വില്ലേജസിന് നേരെ ചാടുക എന്നുള്ളൊരു മാജിക് ആണ് ഇവിടെ ടൈഗർ കാണിച്ചത്. Okay, then what was really record of the tiger in that scene? It was record to come out of the bamboo grove and walk over to the spot that was chosen. Okay, എന്തായിരുന്നു ടൈഗറിന് ശരിക്കും ആ ഒരു സീനിൽ ചെയ്യേണ്ടിയിരുന്നത് എന്നാണ്, ടൈഗറിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് കിട്ടേണ്ടത്, എന്തായിരുന്നു ടൈഗർ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്, എന്താണ്, ബാംബു ഗ്രോവിൽ നിന്ന് വളരെ കാമായിട്ട് പുറത്തു വരിക, എന്നിട്ട് വാക്ക് ഓവർ ദ സ്പോട്ട് ദാറ്റ് വാസ് ചൂസൺ. അല്ലെ, അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ചൂസ് ചെയ്തിരുന്ന സ്പോട്ടിൽ വന്നിട്ട് നിൽക്കുക എന്നുള്ളതാണ്, അങ്ങോട്ട് നടന്നു വരിക എന്നുള്ളതാണ്. What did Ray and his team realize 2 days later? 2 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ടീമും എന്ത് മനസ്സിലാക്കി? Ray and his team realized 2 days later that the shoot came nicely. അല്ലെ, ഷൂട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് വളരെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് 2 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ടീമും മനസ്സിലാക്കിയത്. അല്ലെ, സോ ഇത്രയാണ് പ്രൊജക്ട് ടൈമറിന്റെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിലെ ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.